പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സന്തോഷത്തിന് പറഞ്ഞു. ഈശോക്ക് തോന്നണം നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിന്റെ പാറമേൽ ഉയർത്തി ഞാൻ നിർത്തും. അതായത് ഇപ്പൊ ക്ലേശകാലമാണെങ്കിലും ഈ ടൈം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ അവൻ നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. അപ്പം ഈ കാലത്ത് നീ എന്ത് ചെയ്യണം? ഇവളെന്താ ചെയ്തതെന്ന് പറയും. ഇവള് ഈ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെ മുമ്പിൽ നിനക്ക് മുട്ടുമടക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞത് ഇവൾക്ക് അഭിഷേകമായി. വചനത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ മാനുഷിക വചനമായിരിക്കും, പക്ഷേ അതിൻ്റെ അകത്തുള്ള സ്റ്റെമ്മില്ല, ജീവനെന്ന് പറയണത് അതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് വേറെ ഉണ്ടാകും. ഞാൻ ഈ മാനുഷിക ഭാഷ പറയുന്ന വചനത്തിൻ്റെ ആത്മാവ് യഥാർത്ഥ വചനം തന്നെ ആയിരിക്കും. യഥാർത്ഥ വചനത്തിന് എൻഫ്ലഷ് ചെയ്യുന്നതാണ് ഒരു പ്രഭാഷകൻ്റെ ദൈവിക ഉപകരണമാകുന്ന രീതി. ഇപ്പം ഉദാഹരണത്തിന് സങ്കീർത്തനം 118:8-9 എടുത്ത്. സങ്കീർത്തനം 118:8-9 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 118-ാം സങ്കീർത്തനം 8-9 തിരുവചനങ്ങൾ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ വേർഡ് ഓഫ് ഗോഡ്. ഇതിൻ്റെ തന്നെ അഭിഷേക സമയത്ത് ഇതാണ് ഇതിൻ്റെ സ്കെൽട്ടൺ എന്ന് പറയുന്നത്. അത് കറക്റ്റ് വേർഡ് ഓഫ് ഗോഡാണ്. എന്താണ്? മനുഷ്യന്മാരിൽ അഭയം തേടരുത്, രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കരുത്. അതാണ് വേർഡ് ഓഫ് ഗോഡ്. അതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് ഈ പറയുന്നത്. എന്താണ്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെ മുമ്പിൽ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരത്തില്ല. ഇപ്പം നമ്മൾ എത്ര പേരുടെ മുമ്പിൽ മുട്ടുമടക്കുന്നുണ്ട്? ഇൻസ്റ്റാൾമെൻറ്റുകാരൻ്റെ കയ്യിൽ മുട്ടുമടക്കണം, പലിശക്കാരൻ്റെ അടുത്ത് മുട്ടുമടക്കണം, ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് മുട്ടുമടക്കണം, അല്ലേ? ഇങ്ങനെ ലോകത്തിലുള്ള ഓരോ മനുഷ്യന്മാരുടെ മുട്ടുമടക്കി പ്രഖ്യാപിത അടിമയായിട്ട് ജീവിക്കണം. നമ്മൾ ഈ അടിമ ജീവിതം അവസാനിപ്പിക്കാൻ കർത്താവ് തന്നെ തിരിച്ചു വിളിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പാറമേൽ കയറ്റി നിർത്തും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. 27-ാം സങ്കീർത്തനം 27:5. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഈ ക്ലേശകാലത്ത് ദൈവം സംരക്ഷിക്കുന്ന രീതികളാണ്. അപ്പോൾ ദൈവ സംരക്ഷണം എപ്പോഴായാലും ക്ലേശകാലത്തായാലും ഉണ്ടാകും. പക്ഷെ നീ അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളത്. ഇപ്പം ലിയ സെബാസ്റ്റ്യൻ ശ്രദ്ധിച്ചു. ആ ഒരു ശ്രദ്ധ എന്ന് പറയണത് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ വന്ന് എന്നെ വിളിക്കും. ഞാൻ മുറി അടച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ഡിപ്രസ്ഡ് ആയിട്ട് കരഞ്ഞു തല്ലി എൻ്റെ ജീവിതം പോലും ഇനി എനിക്ക് എന്തിനെന്ന് പറഞ്ഞ ബാധ്യതയായിട്ടിരിക്കണമെങ്കിലും എപ്പോഴെങ്കിലും കർത്താവ് എൻ്റെ അടുത്ത് വരും എന്നുള്ള ഒരു ഓർമ്മ അവൾക്കുണ്ട്. ആ ഓർമ്മയിലാണ് ഈ വചനം അവളെ സ്പർശിക്കുന്നത്. എന്താണ്? നീ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെ മുമ്പിലും മുട്ടുമടക്കേണ്ടി വരത്തില്ല. അപ്പോൾ അവളത് നോക്കിയപ്പോഴിത് ഉടമ്പടി എന്നും പറഞ്ഞ് ഒരു ധ്യാനം നടത്തുന്ന സ്ഥലത്ത് നിന്ന് വന്നതാണ് അവൾക്ക് മനസ്സിലായി. അവൾക്ക് ഈ കൃപാസനെ കുറിച്ച് അറിയത്തില്ല. ഈ മൊബൈൽ ഈ കാലത്ത് എന്തുമാത്രം ഏറ്റവും വലിയ സുവിശേഷ വില ചെയ്യണ മൊബൈലാണ്. അതാണ് രസം. മൊബൈലിലൂടെ വന്ന സാധനമാണ്. അപ്പോൾ അത് നോക്കിയെടുത്തപ്പോൾ ഇത് കൃപാസനം. പിന്നെ കൃപാസനത്തിൽ ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങി. ധ്യാനങ്ങൾ കേൾക്കി, ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങി, ആരാധന കൂടാൻ തുടങ്ങി. അപ്പോൾ ആരാധന കൂടിയപ്പോൾ ദൈവം അവരെ സ്പർശിച്ചിട്ട് അവൾ മുറി തുറന്ന് പുറത്ത് വന്ന് അവൾ സംസാരിക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, കുളിക്കാൻ തുടങ്ങി, കുഞ്ഞുങ്ങൾ നോക്കാൻ തുടങ്ങി. എല്ലാം മാറിയിട്ട് ഇവൾ അമ്മയോട് പറയും, അമ്മ എനിക്കൊരു 500 രൂപ തരുമെന്ന് ഇരിക്കും. അമ്മ എനിക്കൊരു 500 രൂപ തരുക. അപ്പോൾ എന്തിനടി? എനിക്ക് കൃപാസനത്തിൽ പോകാനാണ്. അപ്പം 500 രൂപ പോലും പാവത്തിൻ്റെ കയ്യിലില്ല. ഒന്ന് ചിന്തിച്ചേ, 500 രൂപ പോലും പാവത്തിൻ്റെ കയ്യിലില്ല. പക്ഷേ ഒറ്റ വാക്കിൽ ദൈവം അവളെ വിളിച്ചു. അപ്പോൾ അമ്മ
പക്ഷേ നല്ല ബെസ്റ്റ് ലേഡിയാണ്. അവരുടനെ 1000 രൂപ എടുത്ത് കൊടുത്തു. നമ്മൾ പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവളത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, അമ്മ എനിക്ക് ആരുമില്ല, എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ചിലർ മാതാപിതാക്കളും നഷ്ടപ്പെട്ട പെൺപിള്ളേർ കല്യാണം കഴിച്ച് വരുമ്പോൾ ആ വീട്ടിലുള്ള അമ്മമാരും അമ്മായിയപ്പനും ഒക്കെ അത് തഞ്ചമാക്കിയിട്ട് എന്നിട്ട് ഭർത്താവ് വരെ പറയും, നിന്നെ തല്ലിക്കൊന്ന് ഇതിൻ്റെ അകത്ത് കെട്ടിത്തൂക്കി നിൻ്റെ അത് കുഴിച്ചു കൂടി അവർ പട്ടിയും തിരക്കത്തില്ലെന്ന് പറയും. അങ്ങനെയുള്ള പട്ടികളും കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെണ്ണിന് അപ്പനും അമ്മയില്ലെന്ന് വിചാരിച്ചോ, ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ മരണം വരെ അവളെ പീഡിപ്പിക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇവിടെ സംസാരിക്കുമ്പോൾ നിന്നെ കൊന്നിവിടെ കുഴിച്ചു കൂടിയ ഒരു പട്ടിയും തിരക്കായില്ലെന്ന് പറയും. എന്നിട്ട് ഈ പന്നി ക്രിസ്ത്യാനിയായിട്ട് വന്ന് കുർബാന സ്വീകരിക്കുകയും ചെയ്യും. എന്തൊരവസ്ഥയാണ്! ഈ നോൻപ് കാലത്ത് തിരിച്ചു പിടിക്കുന്നുണ്ട് അനുതാപത്തിലേക്ക്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഈശോ കൊണ്ടുവന്ന് ലൂപ്പ് ചെയ്ത് വെച്ചേക്കണം. ഇപ്പം ലിങ്ക് ഈശോയുടെ വചനത്തിലൂടെ സഞ്ചരിച്ചിട്ട് നമുക്ക് ധ്യാനത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുമായിരിക്കും തിരിച്ച്. നോൻപ് കാലമായതുകൊണ്ട് ആണിങ്ങനെ സംഭവിക്കണം തോന്നണം. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധന കൂടിയപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം വന്നു. ആരാധനയല്ല, അച്ഛൻ്റെ കുർബാന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനങ്ങനെ മനസ്സിങ്ങനെ കയ്യും കൂപ്പി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു. അതിപ്പോൾ ഈശോ എന്നെ ഓർപ്പിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, ഇപ്പം ഈശോ ഇപ്പോഴും അത് റൈറ്റ് ഓഫ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈശോ ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. അതെന്ന് വെച്ചാൽ ഞാൻ 87 അച്ഛനായത്, ഞാൻ 85 അച്ഛനായത് അവസാനം. ഇപ്പോൾ 87 ഞാൻ ഈ കാട്ടൂർ പള്ളിയിൽ, ഈ പടിഞ്ഞാറ് വശത്തൊരു പള്ളിയുണ്ട്, അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അകന്ന ബന്ധു എന്നെ കാണാൻ വന്നു. എന്നെ കാണാൻ വന്നിട്ട് എന്നോട് സാമ്പത്തികമായ സഹായം ചോദിച്ചു. അപ്പം അന്ന് എൻ്റെ ശരിക്കുമ്പോൾ ഞാൻ പൈസ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ. എങ്കിലും എനിക്ക് ഈ ബന്ധുവിനെ കുറിച്ച് അറിയാം. അയാൾ പലരോടും ഇങ്ങനെ ബന്ധുക്കളുടെ പൈസ വാങ്ങിക്കുന്ന ആളാണ്. പക്ഷെ പുള്ളിക്കാരൻ ആർക്കും ഒന്നും കൊടുക്കത്തുമില്ല, അങ്ങനെ ടൈപ്പാണ്. അപ്പോൾ അതെൻ്റെ മനസ്സിലേക്ക് ആളെ പേഴ്സണൽ അറിയാവുന്ന കാരണം കിട്ടാനുള്ളതെന്നൊക്കെ കിട്ടണോടത്ത് മേടിച്ചെടുക്കുക, ആർക്കും ഒന്നും പുള്ളി കൈ നനച്ചൊന്നും ചെയ്യത്തുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പണി എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങളിനി ഞാൻ കാട്ടർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ സങ്കടപ്പെട്ടു പോയി. ഇപ്പം കുർബാനയ്ക്ക് രാവിലെ പറഞ്ഞ് ആ കക്ഷിയുടെ സങ്കടം ഇപ്പോഴും കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വല്ലാണ്ടായിപ്പോയി. നോൻപ് കാലമല്ലേ, നമ്മൾ മറന്ന സാധനമൊക്കെ കർത്താവ് മറന്നിട്ടില്ല. ഞാൻ മറന്നു പോയതാണ്, പക്ഷെ കർത്താവ് മറന്നിട്ടില്ല. ദൈവം ഒരു അപകടകാരിയാണ് ശരിക്കും. കമ്പ്യൂട്ടറിൻ്റെ അത് ഹാർഡ് ഡിസ്ക് അടിച്ചു പോകാം, ദൈവത്തിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചിട്ടില്ല. ഇനി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വെച്ചേക്കുന്നതെല്ലാം റീടേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് സമയമുണ്ട് പരിഹാരം ചെയ്യാൻ. സമയമില്ലാത്ത സമയം വരും. അതുവരെ കാത്തു നിൽക്കാതെ അനുതാപപ്പെടാൻ വേണ്ടി കർത്താവ് നിങ്ങളെ പഴയ ഓർമ്മകളിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോഴേ അനുതാപത്തിൻ്റെ കാലത്ത് കഴിഞ്ഞ കാലങ്ങളിൽ മറ്റു മനുഷ്യരെ ദുഃഖിപ്പിച്ചത്, അപ്പോൾ കർത്താവിനോട് വേറെയും ഒരു കാര്യം പറഞ്ഞു ആ സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ നീചനായിരിക്കുമെന്ന് തോന്നി. അത്രയ്ക്ക് എന്നോട് തന്നെ ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോന്നോ. അവിടെ ഇരുന്ന് പറഞ്ഞു, ഇന്ന് മുഴുവനും എന്നെ കുറ്റം പറയുകയായിരുന്നു കർത്താവ്. അവിടെ മുഴുവനും എന്നോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യമെന്ന് ഞാൻ അമ്പലപ്പുഴ ഇരിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അന്ന് ഈ വള്ളക്കര കുത്തി പ്രാർത്ഥിക്കാൻ വരും. ഞാനാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, വിശന്നാൽ പിന്നെ എനിക്ക് സങ്കടം, എനിക്ക് ഈ അൾസറൊക്കെ പിടിച്ച് വലിയ ഒരു അരിച്ചു വരിക്കുക ഭയങ്കര. അപ്പം ഞാനിങ്ങനെ പള്ളിയിലെ കുർബാന അന്ന് 1.5 മണിക്കൂറാണ് കുർബാന, 1:45 ആവും. കാറ്റഗിസവും ഈ അറിയിപ്പും ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഒരു കണക്കിനടുത്തിട്ട് കാപ്പിടിക്കാൻ വേണ്ടി ഓടി എൻ്റെ മേടയിൽ കയറണത്. അപ്പോൾ ഒരു ചേട്ടാ നിർത്തിക്കൊണ്ട്, അച്ഛാ 100 രൂപ വേണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് താഴ്പോടുമെന്ന് പറഞ്ഞ്, ഇത് ആൾക്കാരൊക്കെ മാറട്ടെന്ന് പറഞ്ഞ്. പെട്ടെന്ന് പറഞ്ഞ് താമ്പോളൂ ആൾക്കാരൊക്കെ മാറട്ടെ. അച്ഛാ ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി അതിനേക്കാൾ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ അത്രയും ഉദ്ദേശിച്ചില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, അകത്തൊരു കാപ്പിയെ കുടിച്ച് ശരീരമൊക്കെ തണുത്തിട്ട് വന്നിട്ട് ഈ ആൾക്കാരൊക്കെ എടുത്തിട്ട് ഇയാൾക്ക് കൊടുത്ത് വിടാൻ. ഞാൻ എല്ലാ ആഴ്ചയിലും കൊടുക്കണമാണ് പൈസ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഈ ആൾക്കാരുടെ തിക്കിൽ ആൾക്കാരെല്ലാം എന്നെ കാണാൻ വന്ന് നിൽക്കുകയാണ്. അതായത് എന്നെ കാണാൻ ആത്മീയമായ കാര്യത്തിനല്ലാതെ ഭൗതികമായ കാര്യത്തിന് വന്നവൻ ആത്മീയ കാര്യത്തിൽ വന്നേക്കാൾ ഇടിച്ചതല്ലി മുമ്പിൽ വന്നപ്പോൾ എനിക്ക് വിറഞ്ഞത്. പക്ഷേ ഇങ്ങനെ വിറഞ്ഞെങ്കിലും പിന്നീട് ഈ ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞിട്ട് അയാളെ കണ്ടില്ല. പിന്നെ 8 മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ ലക്ഷണമുള്ള
ഒരു ചേട്ടായി എൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ ഞാനോർത്ത് അയാളുടെ ലക്ഷണമാണ് ഇയാൾക്ക്. അപ്പോൾ എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ്, അച്ഛാ എൻ്റെ അപ്പൻ അച്ഛനെ എപ്പോഴും വന്ന് കാണാറുണ്ട്, എൻ്റെ അപ്പനെ അച്ഛനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് വെച്ചും പോയ ദിവസം മരിച്ചു പോയെന്ന് പറഞ്ഞ് വീട്ടിൽ. അപ്പോഴും അവസാന കാലമായിരുന്നു അങ്ങേരുടെ. അപ്പോൾ എനിക്ക് അവസാനം അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അതിപ്പോൾ രാവിലെ ഈശോ പറഞ്ഞു, അന്ന് നിന്നെ അത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ദേഷ്യപ്പെട്ടില്ല, മാറി നിൽക്കേ, ആൾക്കാരോട് വിട്ടിട്ട് ഞാൻ തരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതും ദൈവം ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ എനിക്ക് സമയമുണ്ട്, കർത്താവിനെ ഓർപ്പിച്ചല്ല, അതുകൂടി റൈറ്റ് ഓഫ് ചെയ്യണമെന്ന്. അപ്പോൾ കർത്താവ് വേറൊരു കാര്യം എന്നോട് പറഞ്ഞു, ഇന്ന് കുറേ കാര്യം എന്നോട് പറഞ്ഞു. എൻ്റെ അപ്പൻ എന്നോടൊരു ദിവസം പറഞ്ഞ്, എടാ എൻ്റെ കൂടെ ഒന്ന് ആശുപത്രി വരുമോ എന്ന് ചോദിച്ചു. 10ാം ക്ലാസ്സിലെ. അപ്പോൾ എനിക്ക് പരീക്ഷയാണ്, മോഡൽ എക്സാമാണ്, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ അമ്മയോട് അപ്പം പറഞ്ഞ് എൻ്റെ കൂടെ ആശുപത്രി വരികയെന്ന് അവൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അമ്മ രാവിലെ പറഞ്ഞ്, ഇന്നലെ അപ്പം പറഞ്ഞല്ല, അപ്പൻ്റെ കൂടെ ആശുപത്രി പോകത്തില്ലെന്ന് പറഞ്ഞല്ല. ഞാൻ എനിക്ക് പഠിക്കാനില്ലേ. അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പൻ ആശുപത്രി പോയി, ഒറ്റക്ക് പോയി. പിന്നീട് ഞാൻ അപ്പൻ്റെ അടുത്ത് പല പ്രാവശ്യം പോയി, നടന്ന് തന്നെ പോയി. 2 കിലോമീറ്റർ, അതായത് 2.5 മൈൽ നടന്നു പോകണം അപ്പൻ്റെ ആശുപത്രി പോകണമെങ്കിൽ. വള്ളമൊക്കെ കയറി ഞാൻ നടന്നു തന്നെ പോയി, ഞാൻ തിരിച്ച് നടന്നു തന്നെ വന്നു. പക്ഷെ അപ്പനെ കൊണ്ടുപോകുന്ന വള്ളത്തിലാണ് പിന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ നിസ്സാരമെന്നും അന്നത്തെ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ വിഷയങ്ങളെല്ലാം ഇപ്പോഴും ഡിലീറ്റായിട്ടില്ല. നോൻപ് കാലത്ത് നിങ്ങളും എന്നെപ്പോൾ ഒരു ആത്മശോധന ചെയ്യണം. ഉടമ്പടി എടുത്തൊക്കെ കാര്യം ശരിയാണ്. മാതാവ് എനിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു ദൈവം എന്നെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി അത് യോഗ്യത കർത്താവ് അല്ലെങ്കിൽ എൻ്റെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ എന്നെക്കുറിച്ച് ഇപ്പോഴും സങ്കടങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഇതുപോലെ സങ്കടങ്ങളുണ്ടോ എന്ന് തിരിച്ചിട്ട് വേണം നോൻപ് കാലത്തിൻ്റെ അനുതാപത്തിലേക്ക് ഉടമ്പടി പ്രകാരം പ്രവേശിക്കാൻ. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടികള് ബലവത്താകുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തിലെ നിന്റെ മനസ്സിലെ ഇപ്പോഴും മായാതെ നിൽക്കുന്ന തിന്മകളെ ഓർത്തുകൊണ്ട് അനുദപിച്ച് ആത്മാവിന്റെ കണ്ണീരിലെ അനുതാപത്തിന്റെ കണ്ണീരിലെ ആത്മാവിനെ കഴുകുവാൻ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കർത്താവ് 2 തരം മനുഷ്യരെയാണ് തിരിച്ചിരിക്കുന്നത്. കുറേ പേര് അനുതാപം ആവശ്യമുള്ളവരെന്ന് തിരിച്ചിട്ടുണ്ട്. ഈ അനുതാപം ആവശ്യമില്ലാത്തവരുമുണ്ട്. അനുതാപം ആവശ്യമില്ലാത്തവരെക്കാൾ ദൈവത്തിന് ഇഷ്ടം അനുതാപം ആവശ്യമുള്ളവരെയാണ്. ലൂക്കായുടെ സുവിശേഷം 15:7. ലൂക്കാ 15:7. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ദൈവം അനുതാപത്തെ 2ആയിട്ട് തിരിക്കുന്നു. അനുതാപം ആവശ്യമില്ലാത്ത മനുഷ്യർ, പിന്നെന്താണ് അനുതാപം ആവശ്യമുള്ള മനുഷ്യർ. ഈ അനുതാപം ആവശ്യമുള്ള മനുഷ്യരാണ് ദൈവത്തിൻ്റെ ഫോക്കസിങ്ങിലുള്ളത്. അവരനുദപിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അനുതാപം ആവശ്യമില്ലാത്തവരെക്കാൾ കൂടുതൽ ദൈവത്തിന് സന്തോഷമുണ്ടാകും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? അനുതാപം ആവശ്യമുള്ള ആൾക്കാരെ അവരെ തന്നെ 2ആയിട്ട് ദൈവം തിരിച്ചിട്ടുണ്ട്. അനുതാപം ആവശ്യമുണ്ട്, പക്ഷേ ദൈവം അവസരം കൊടുത്തിട്ടില്ല. അതാണ് അനുതാപം ആവശ്യമുണ്ട്, പക്ഷേ അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ അതാണ് ഏറ്റവും വലിയ അപകടം. ഇപ്പം നിങ്ങൾക്ക് അവസരം കിട്ടില്ലേ? എനിക്ക് അവസരം കിട്ടില്ലേ? അതാ വിഷയം. അനുദപിക്കാൻ അവൻ അവസരം കൊടുത്തില്ല. ഹെബ്രായർ 12:17. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ
അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യേശാവിൻ്റെ കാര്യമാണ്. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുതപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. കണ്ട ട്രാജഡി കണ്ട. മനുഷ്യരെങ്ങനെയാണ് രണ്ടായിട്ട് തിരിക്കണത്? ഒന്ന്, അനുതാപം ആവശ്യമില്ലാത്തവർ വിശുദ്ധന്മാരായിരിക്കാം, പക്ഷേ അവരെക്കാൾ ദൈവത്തിന് സന്തോഷം ആരാണ്? പാപിയുടെ അനുതാപം ആവശ്യമുള്ളവരെയാണ്. ഈ അനുതാപം ആവശ്യമുള്ളവർ തന്നെ രണ്ട് തരമുണ്ട്. എന്താണ്? അനുതപിക്കാൻ അവസരം കൊണ്ട് കിട്ടിയവരും കിട്ടാത്തവരും. അത് ഈ അനുതപിക്കാൻ ആവശ്യമുണ്ടായിട്ടും അവസരം കിട്ടാത്തവരാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ വെച്ച് തന്നെ നരകത്തിന് അടിപ്പെട്ടു പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് അവസരം മുതലാക്കാൻ നോക്കണം. നിങ്ങൾ പേരെ പല അവസരങ്ങളും ജഡിക മനുഷ്യൻ മുതലാക്കുന്നുണ്ട്. കണ്ണിന് ദുരാശ, ശരീരത്തിന് ദുരാശ, ജീവിതത്തിൻ്റെ അഖണ്ഡ കൊണ്ടുണ്ടാക്കുന്ന പല അവസരങ്ങളും നമ്മൾ മുതലാക്കും. പക്ഷെ അനുദപിക്കാനുള്ള അവസരം മുതലാക്കത്തില്ല. ദാറ്റ് ഈസ് അവർ ട്രാജഡി. ഹല്ലേലൂയ.